ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇതാ രാവിലെ ഞാൻ തുടക്കാൻ നിൽക്കുമ്പോഴാട്ടോ വീഡിയോ എടുക്കുന്നത്. രാവിലത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താ പറയുക, ഇന്ന് ഉമ്മ രാവിലെ എണീറ്റപ്പോൾ ഉമ്മ ഷുഗർ നോക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഷുഗർ നോക്കാൻ പോകുന്നുണ്ട്. ഉമ്മക്ക് എന്താ പറയുക 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം കൊയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടിക്കണോ നോക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇമ്മ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ചോറ് വെച്ചെന്നാൽ പിന്നെ ഉമ്മ നേരം വൈകി വന്നാലും എന്താ പറയുക എന്നോട് പറഞ്ഞു ഇത് അടിച്ചൊരിട്ടാൽ മതി, തുടക്കമൊന്നും വേണ്ട. കാരണം ഉമ്മാക്കറിയാം കുട്ടി ഭയങ്കര എന്താ പറയുക മോനെ നോക്കണമെങ്കിൽ ഭയങ്കര പാടാണെന്നുള്ളത്. കാരണം ഒന്ന് ഇങ്ങോട്ട് തിരിയുമ്പത്തിന് അവിടെ 10 പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് തിരിയുമ്പത്തിന് മൂത്രമൊഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക ഉമ്മ അടിച്ചൊരിട്ടാൽ മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചതാണ്. നമ്മളെ പുകയടുപ്പാണ് കേട്ടോ. സാധാ അടുപ്പാണെങ്കിൽ ഒരു വിഷയമല്ല. അപ്പോൾ പുകയടുപ്പ് കത്തിച്ചപ്പോൾ അത് എത്ര കത്തിച്ചിട്ടും കത്തണില്ല കേട്ടോ. അപ്പോൾ അതിലും രാവിലെ തന്നെ ഉമ്മാക്കൊരു ദേഷ്യം വന്നിക്കണം. അപ്പോൾ ആ ടൈമിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് കരുതിട്ടോ. അപ്പോൾ എന്താ പറയുക ഉമ്മ ഇന്നലെ കത്തിച്ചിരുന്നില്ല, അത് കാരണം തോന്നുന്നു പിന്നെ കത്താത്ത തോന്നുന്നു. പിന്നെ മറ്റേ കത്തിക്കുമ്പോൾ പിന്നെ താത്താക്ക് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു മുറം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക വീശിയാൽ മതി എന്ന് കേട്ടോ. അങ്ങനെ കോള് പറഞ്ഞു. എന്തായാലും സംഭവം 3-4 വട്ടം കത്തിച്ചിട്ട് അത് കത്തണില്ല. ലാസ്റ്റ് ഉമ്മാക്ക് ദേഷ്യം വന്ന് ഉമ്മ എന്താ പറയുക ഗ്യാസമ്മേനെ എന്താ പറയുക അരി തീമട്ടാൻ കേട്ടോ. എന്നിട്ട് എന്നോട് ഊറ്റണം എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ എന്തിലാന്നൊക്കെ ചോദിച്ചിട്ടോ. പിന്നെ അമ്മ അതൊക്കെ ഊറ്റി തന്നിട്ട് തന്നെയായിട്ട് പോയത്. ഇമ്മക്ക് എന്താ പറയുക ഇടയ്ക്ക് ഷുഗർ കുടിക്കാന്നറിയില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അടിച്ചോരിട്ടു. ആദ്യം ഞാൻ സിറ്റോടുണ്ട് അവിടെ ചിലപ്പോൾ നായ്ക്കളൊക്കെ കയറലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയാളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ തുടച്ചിട്ടിട്ട് പിന്നെ അടിച്ചോരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഉമ്മ വരുമ്പോഴത്തേന് നല്ല ക്ഷീണം ഉണ്ടാവും. ഉമ്മക്ക് രാവിലെ തന്നെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണം കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും തുടക്കണതിൻ്റെ ഇടയിൽ ബെഡ്ഷീറ്റിൽ അവിടെ പോയി മൂത്രയിച്ചിക്കണു. പിന്നെ എന്താ പറയുക സോഫയുടെ അടിയിൽ മൂത്രയിച്ചിക്കണു. എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്, ദേഷ്യപ്പെടാൻ വേണ്ട എന്താ അറിയില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഓനെന്താ ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മയും നോക്കും ഞാനും നോക്കും, അതുകൊണ്ട് വലിയ പ്രോബ്ലം അല്ല. ഇതിപ്പോൾ ഞാൻ തന്നെ നോക്കണം ഓൻ എവിടേക്കാണ് പോകണേ എന്താ കാട്ടണമെന്ന്. തുടക്കുമ്പോൾ ഒരു 10 വട്ടം എന്താ പറയുക ആ തുടക്കണ വെള്ളത്തിൽ പോയിട്ട് കളിച്ചിട്ടോ. എന്നിട്ട് ഞാൻ 100 വട്ടം പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ കേൾക്കാനുള്ളൊരു പ്രായം ആയിട്ടില്ലല്ലോ. പിന്നെ ഫുഡ് കഴിച്ചപ്പോഴത്തേന് പിന്നെ ഈ ഫുഡ് കഴിക്കുന്ന ടൈമായപ്പോൾ ഉമ്മ വന്നു കേട്ടോ. പിന്നെ ഉമ്മ ഞാൻ പറഞ്ഞു കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്താ പറയുക അച്ചാറ് ഞാൻ കൂട്ടിക്കൊണ്ട് വരണം. പക്ഷെ എന്നാലും ഉമ്മ ബീഫ് ഉണ്ടായിരുന്നു, അത് ബീഫ് നുറുക്കിയിട്ട് അങ്ങനെ കറിയാക്കി വെച്ചിട്ടോ. പക്ഷെ ആ കറി എന്താ പറയുക ആയിരുന്നില്ല കേട്ടോ. ഉമ്മ വന്നപ്പോൾ 1:30 മണിയൊക്കെ കഴിക്കണം. അങ്ങനെ ഞാൻ വിശന്നിട്ട് ഞാൻ 2 മണിയൊക്കെ ആയിക്കൊണ്ടിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ. അപ്പം ആ വിശപ്പിൽ ഇങ്ങോട്ട് എന്താ പറയുക നല്ല ടേസ്റ്റായിട്ട് അച്ചാറുണ്ടായിരുന്നു. പിന്നെ വഴുതനങ്ങപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ, അത് കൂട്ടിയിട്ട് കഴിച്ചിട്ടോ. പിന്നെ ബീഫ് എന്താ പറയുക ഫിസിൽ വരുന്നുള്ളൂ കേട്ടോ കുക്കറിൽ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ പിന്നെ നമ്മൾ ഡ്യൂട്ടി തുടങ്ങിയിട്ടോ. പിന്നെ ഈവനിങ് ഫുഡ് കൊടുക്കാൻ ടൈം ആയപ്പോൾ പിന്നെ അമൃതം പൊടി ആട്ടോ കൊടുക്കണത്. അപ്പോൾ എന്താ പറയുക 2-3 ദിവസം ഞാനിപ്പോൾ പഴം തന്നെ കൊടുത്തിരുന്നു, വയറൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ വെച്ചിട്ടോ. ഇപ്പോൾ അമൃതം പൊടി കൊടുക്കുകയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അമൃതം പൊടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ അമൃതം പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയുക അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അത് അടി പിടിച്ച് കരി കിട്ടും. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുക്കണം. കാര്യമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക ഇവരെ കുട്ടികളെ പിന്നാലെ നടക്കുക. രാവിലെ ഫുഡ് കൊടുക്കുക, ഉച്ചക്ക് ഫുഡ് കൊടുക്കുക, വൈകുന്നേരത്ത് ഫുഡ് കൊടുക്കുക, പിന്നെ കുളിപ്പിച്ച് കൊടുക്കുക, മൂത്രയിച്ചാൽ തുടക്കുക, പിന്നെ എന്താ പറയുക ഇതൊക്കെ തന്നെ ശരിക്കും നമുക്കുള്ളൊരു ജോലി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇവരെ കാര്യം ചെയ്യണം, നമ്മളെ കാര്യം ചെയ്യണം. ഇതുപോലെ തന്നെ കേട്ടോ എല്ലാ പെൺകുട്ടികളും. അപ്പോൾ എന്താ പറയുക ശരിക്കും ഈ ഒരു പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും ഒരു കഷ്ടപ്പാടന്നെയല്ലേ. കാരണം ആണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇത്ര ടൈമുള്ളൊരു ജോലി ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി ചെയ്യണ്ട, പിന്നെ അവർക്ക് വിശ്രമിക്കുക. നമുക്കെന്ന് പറഞ്ഞാൽ വിശ്രമിക്കാനുള്ള ടൈം പറഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങുന്ന ടൈമായിരിക്കും. ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ റെസ്റ്റ് ഇല്ല. അങ്ങനെ നമ്മൾ അമൃതം പൊടിയിൽ പാലൊക്കെ പറഞ്ഞിട്ടാട്ടോ കൊടുക്കണത്. കാരണം എന്താ പറയുക അമൃതം പൊടി ചൂടാകുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ വയറിന് പ്രശ്നമാകും. അപ്പോൾ പാല് പറഞ്ഞിട്ടാട്ടോ. പിന്നെ അപ്പം തന്നെ ഞാൻ പഴം വാട്ടണുണ്ട് കേട്ടോ. റയ്യാൻ ഇത് വാട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം റയ്യാൻ കഴിക്കാൻ റയ്യാൻ നല്ല മടിയാണ് കേട്ടോ.
ഈ അമൃതം പൊടി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു കട്ട പിടിച്ചിട്ടായാൽ ഭയങ്കര തിക്കായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് ഷേസു ബേബി കഴിക്കൂല കേട്ടോ. കുറച്ചിങ്ങനെ ലൂസായാലും കേട്ടോ ഇനി കഴിക്കുള്ളൂ. പിന്നെ ഉമ്മ പോയി വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്നിക്കണം കേട്ടോ. ഞങ്ങളിവിടെ എന്താ പറയുക എടുത്തൊന്നും കടയില്ല കേട്ടോ, കുറച്ചൊരു ദൂരം പോകണം. നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വണ്ടി പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനത്തെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതാ പറഞ്ഞ് പഠിച്ചോ നമുക്ക് എല്ലാ സുഖവും തരൂല. എന്താ പറയുക പേടി, നമ്മൾ കാലെടുത്ത് നീട്ടിയാൽ മതി പേടിക്കും വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ ഇതാ വൈകുന്നേരം ആയാൽ നമ്മൾ പാല് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പാല് കൊണ്ടുവരുന്ന നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചെടുത്ത് പോകണം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇത് അവിടെ തന്നെ ഒരു കോഴികളും വളർത്തുന്നുണ്ട് കേട്ടോ, കോഴി ഫാം പോലെ. അപ്പോൾ എന്താ പറയുക നല്ലൊരു ക്യൂട്ടായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ആയാൽ എനിക്കൊരു ചായയുടെ വല്ലാത്തൊരു ഫാനാണ് കേട്ടോ. ചായയുടെ ഫാനെന്നല്ല പറയാൻ പറ്റുക, ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. കട്ടൻ ചായനേക്കാൾ ഇഷ്ടം എനിക്ക് പാൽ ചായ കേട്ടോ. എന്താണ് മിനിമം ഒരു ദിവസം ചായ എടുക്കാതിരിക്കും കേട്ടോ, പിന്നെ അടുത്ത ദിവസം എനിക്ക് ചായ വേണം കേട്ടോ. ഇത് കുറേ ഞാൻ ഒഴിവാക്കാൻ നോക്കിയതാണ്, പക്ഷെ എനിക്ക് എന്താ പറയുക സാധിക്കണില്ല കേട്ടോ. പിന്നെ അതായത് നല്ല പാൽ ചായ ഉണ്ടാക്കി അതിക്ക് നല്ല പുട്ടും പിന്നെ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ പഴം വാട്ടിയതും മുറുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ പറയാം ശരിക്കും ഞാൻ എന്താ പറയുക ചായ കുടിക്കണത് മഗ്‌രിബിൻ്റെ ടൈമിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നിനും ടൈമില്ല, പിന്നെ ടൈം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണത്. അപ്പോൾ എന്താ പറയുക ഉച്ചക്കാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഈ ടൈമിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കണത്. അപ്പോൾ ഭക്ഷണം നല്ല ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങോട്ട് അഡിക്റ്റ് ആയിക്കാണ് ഈ ചായയിൽ. എനിക്ക് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഷേസു ബേബി ഇതാ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ടേബിൾമ വെച്ചപ്പോൾ ഓനക്ക് വല്ലാണ്ട് ഓണ്ട് വേഗം കയറി വന്നിട്ട് ടേബിൾമക്ക്. അപ്പോൾ ഓനാണ് മുറുക്കൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. കഴിക്കൊന്നുമില്ല, വെറുതെ അവിടെ ഇങ്ങനെ പൊടിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക പിന്നെ ചായക്ക് നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായും ഇഞ്ചിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യാൻ മറക്കല്ലേ.